കേരളത്തിലെ എംപിമാര് അവർക്ക് കിട്ടുന്ന ഫണ്ട് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നില്ല. ഒരു രൂപ പോലും ചെലവാക്കാത്ത എംപിമാരുണ്ടെന്ന് പറഞ്ഞ് റീസെന്റ് ഒരു വൈറൽ റീൽ കണ്ടിരുന്നു. ഇതിനെപ്പറ്റി ഒരുപാട് ന്യൂസ് ആർട്ടിക്കിൾസ് ഉണ്ട്. പക്ഷെ ഒന്ന് ആലോചിച്ചപ്പോൾ ഈ എംപിമാർക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഫണ്ട് അവർ ഉപയോഗിക്കാതെ വെക്കുന്നത് എന്തിനാണ്? അവർക്കത് ഉപയോഗിച്ച ജനങ്ങളുടെ ഇടയിൽ കൂടുതൽ പോപ്പുലാരിറ്റി കിട്ടില്ലേ? ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് ഈ ന്യൂസിലെ തെറ്റ് മനസ്സിലായത്. ഓരോ എം പിക്കും എല്ലാ വർഷവും മണ്ഡലത്തിലെ വികസനത്തിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് 5 കോടി രൂപ വെച്ച് നൽകും. പക്ഷേ ഈ പൈസ നേരിട്ട് എം പിയുടെ കയ്യിൽ കൊടുക്കാറല്ല പതിവ്. മറിച്ച് എം പി തന്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രൊജക്ടുകൾ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്യും. ഉദാഹരണത്തിന് ഞാനൊരു എം പി ആണെന്ന് വരിക. എന്റെ ഫണ്ട് ചെയ്ത് 15 ലക്ഷം രൂപ എടുത്ത് എന്റെ മണ്ഡലത്തിലെ ഒരു സ്കൂളിൽ ഒരു ലൈബ്രറി പണിയാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ ഈ പൈസ നേരിട്ട് ആ സ്കൂളിലേക്ക് നൽകിയല്ല ചെയ്യണം. മറിച്ച് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന്റെ അടുത്ത് എനിക്ക് എന്റെ ഫണ്ടിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രൊജക്ട് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് അറിയിക്കും. ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ആണ് പിന്നീട് ആ പ്രൊജക്ട് വൈബിൾ ആണോന്നോ, ആ പ്രൊജക്ട് അഥവാ വൈബിൾ ആണെങ്കിൽ അതിന് ടെൻഡർ വിളിച്ച് അതിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. വർക്ക് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന് ഡയറക്ട്ലി സെൻട്രൽ ഗവൺമെന്റ് കയ്യിൽ നിന്ന് ഈ 15 ലക്ഷം രൂപ കിട്ടും. പ്രൊജക്ടുകൾ കംപ്ലീറ്റ് ചെയ്ത് അതിന്റെ എല്ലാ ബിറ്റും പാസ്സായി കഴിയുമ്പോൾ മാത്രമേ എം പി ലാഡ്സിന്റെ ബുക്കിൽ ഈ പൈസ സ്പെൻഡ് ചെയ്തതായിട്ട് കാണിക്കും. അത്രയും നാൾ ടെക്നിക്കലി ഈ പൈസ സാങ്ഷൻഡ് അല്ലെങ്കിൽ കമ്മീഷന്റെ എമൗണ്ട് എന്നായിരിക്കും കാണിക്കാം. അതാണ് ഈ കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള കാരണം. പലപ്പോഴും എം പിമാര് ഒരു പ്രൊജക്ട് റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന്റെ സൈഡിൽ നിന്ന് ഇതിന് സാങ്ഷൻ ലഭിക്കാനും പിന്നീട് ഈ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാനും ഒരുപാട് കാലതാമസം എടുക്കാറുണ്ട്. ഈ കാലതാമസം എടുക്കുന്ന സമയത്ത് സാങ്ഷൻ ചെയ്ത ഫണ്ട് ഒരിക്കലും കംപ്ലീറ്റഡ് പ്രൊജക്ടിന്റെ ഫണ്ടായിട്ടല്ല കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ബുക്കിൽ പ്രൊജക്ടുകളൊന്നും നടന്നിട്ടില്ല, എം പി ഫണ്ട് ചെലവാക്കിയിട്ടില്ല എന്നായിരിക്കും കാണിക്കുക. ഫോർ എക്സാമ്പിൾ, 1 രൂപ പോലും ചെലവാക്കിയിട്ടില്ല എന്ന വൈറൽ റീലിൽ പറയുന്ന എം പി രാഘവന്റെ കേസ് മാത്രം നോക്കിയാൽ അദ്ദേഹത്തിന് സെൻട്രൽ ഗവൺമെന്റ് ഇതുവരെ അലോക്കേറ്റ് ചെയ്തത് 9.8 കോടി രൂപയാണ്. ആ പൈസയിൽ നിന്ന് 8.43 കോടി രൂപയുടെ 256 പ്രൊജക്ട്സ് അദ്ദേഹം റെക്കമെൻഡ് ചെയ്തതായിട്ടും അതിൽ നിന്ന് 15 പ്രൊജക്ടുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണെന്നും എം പി ലാഡ്സിന്റെ വെബ്സൈറ്റ് നോക്കിയാൽ മനസ്സിലാവും. ഈ പ്രൊജക്ടുകൾ റെക്കമെൻഡ് ചെയ്യാവുന്ന ജോലി മാത്രമേ എം പിക്കുള്ളൂ. കാരണം അദ്ദേഹം എക്സിക്യൂട്ടീവ് അല്ല. പ്രൊജക്ടുകൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഈ അഡ്മിനിസ്ട്രേഷന്റെ സൈഡിൽ നിന്ന് വരുന്ന കാലതാമസമാണ് ശരിക്കും ബുക്കിൽ എം പിയുടെ ഫണ്ട് സ്പെൻഡ് ചെയ്തിട്ടില്ല എന്ന് കാണിക്കാനുള്ള കാരണം. ആ വീഡിയോ വൈറലായ ശേഷം അതിനെപ്പറ്റി ഒരു എക്സ്പ്ലനേഷൻ ഷാഫി പറമ്പിൽ എം പി തന്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ആ വൈറൽ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യത്തിലും മെറിറ്റ് ഉണ്ട്. ഷാഫി പറമ്പിൽ എം പി മാത്രം താൻ റെക്കമെൻഡ് ചെയ്യുന്ന പ്രോജക്റ്റുകൾ, ഫോർ എക്സാമ്പിൾ ഒരു റോഡ് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് ആണെങ്കിൽ ജസ്റ്റ് റോഡ് കൺസ്ട്രക്ഷൻ എന്ന് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അതുപോലെ ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് ആണെങ്കിൽ ഹൈമാസ്റ്റ് ലൈറ്റ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് എവിടെയാണെന്നോ ഏത് റോഡാണോ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത് കൃത്യമായിട്ട് കാണിച്ചിട്ടില്ല. പക്ഷെ മറ്റ് എം പിമാരുടെ റെക്കമെൻഡേഷൻസിൽ ഏത് റോഡാണ് പറയുന്നത്, എവിടെയാണ് ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നത്. അതിനെപ്പറ്റി ഒരു ക്ലാരിഫിക്കേഷൻ ഷാഫി പറമ്പിൽ എം പി നൽകിയാണ്.